Dear friends, welcome back at another episode of my YouTube channel. My name is Ibad Rahman. Gmail നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ യുഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകളാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകളും. 2004 ഗൂഗിൾ ജിമെയിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫ്രീ അഡ്വർടൈസ്മെന്റ് സപ്പോർട്ടോട് കൂടിയ ഇമെയിൽ സർവീസ് ആയിരുന്നു ജിമെയിൽ. 2016 ഇന്റർനെറ്റ് കണക്കനുസരിച്ച് 1 ബില്യൺ ആളുകളാണ് ജിമെയിൽ യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇമെയിൽ ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് താഴെ ആ വ്യക്തിയുടെ പേര്, അയച്ച ആളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ എന്നിവ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്കൊരു ഇമെയിൽ അയക്കുമ്പോൾ നമുക്ക് എങ്ങനെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ഗിയർ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ വന്നു കഴിയുമ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇമെയിൽ അയച്ചു കഴിഞ്ഞാലും നമ്മുടെ താഴെ ഈ സിഗ്നേച്ചർ വരുന്നതാണ്. ഞാനത് കമ്പോസ് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ഞാൻ നേരത്തെ അവിടെ കൊടുത്ത സിഗ്നേച്ചറാണ് ഈ താഴെ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ജിമെയിലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ജിമെയിലുകൾ സെർച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് നമുക്ക് 2 വർഷം മുമ്പ് ഒരു ഇമെയിൽ അയച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഇയർ കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഈ ജിമെയിലിൻ്റെ താഴെ ഇതുപോലെ ഒരു സെർച്ച് ബാർ കാണുന്നതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺസോൾ വരുന്നതാണ്. ഞാനിവിടെ PDF എന്ന് ഒരു വേർഡിൽ സെർച്ച് ചെയ്യാണ്. അതായത് എനിക്ക് വന്നേക്കുന്ന ഇമെയിലുകളിൽ PDF എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സെർച്ചിൽ കിട്ടുന്നതാണ്. PDF അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇമെയിലുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നത്. സെർച്ച് ചെയ്യാവുന്നതിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത ഇമെയിലുകൾ സെർച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് കാറ്റഗറൈസ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഒരാളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ട് ആ വ്യക്തിയുടെ മാത്രം ഇമെയിലുകൾ സെർച്ച് ചെയ്യാം. ഇങ്ങനെയാണ് ജിമെയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ജിമെയിലിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ഗൂഗിൾ നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫീച്ചറാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ibadrahman@gmail.com ആണ് എൻ്റെ ഇമെയിൽ ഐ ഡി. അതുപോലെ തന്നെ mustectv@gmail.com എൻ്റെ ഇമെയിൽ ഐ ഡി തന്നെയാണ്. എനിക്ക് mustectv@gmail.com ibadrahman@gmail.com നിന്നുകൊണ്ട് തന്നെ മെയിലുകൾ അയക്കാനും ആ മസ്റ്റക് ടി വിയിൽ വന്ന ഇമെയിൽ എനിക്ക് ഇതിലൂടെയും റീഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ആ സെറ്റിങ്സ് ഇനേബിൾ ചെയ്യുന്നതെന്നാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഗിയർ ഐക്കണിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ അക്കൗണ്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. യൂസ് അതർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നമ്മുടെ വേറെ ഒരു ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ 2ാമത്തെ ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ്. നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സ് ആണോ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലാണ് ഇത് ആക്റ്റീവ് ആവുകയുള്ളൂ. സെൻഡ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോയിട്ടുണ്ട്. ആ കോഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഇമെയിൽ അഡ്രസ്സും എൻ്റെ പ്രൈമറി ഇമെയിലായ ibadrahman@gmail.com ആഡ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കാം. ഞാനിപ്പോൾ എൻ്റെ ibadrahman@gmail.com നിൽക്കുന്നത്. ഞാൻ കമ്പോസ് ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് അയക്കേണ്ടത് 2ാമത്തെ ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ്. അതായത് ഞാൻ നേരത്തെ ആഡ് ചെയ്ത ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് എനിക്ക് മെയിൽ അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പാൻഷൻ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഇമെയിൽ അഡ്രസ്സ് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ പോയിരിക്കുന്നത് എൻ്റെ 2ാമത്തെ ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ്. ഞാനത് സെൻഡ് ചെയ്യുന്നു. ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. 4ാമത്തെ ഒരു ഫീച്ചറാണ് നമുക്ക് ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഓപ്ഷൻ. അതായത് നമുക്ക് പല പല ഇമെയിലുകൾ വരുന്നുണ്ട്. പ്രൊമോഷണൽ ഇമെയിലുകൾ വരുന്നുണ്ടാകാം, അതല്ലാതെ സോഷ്യൽ മീഡിയ ഇമെയിലുകൾ വരുന്നുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വരുന്നുണ്ടാകാം, മൊബൈൽ ഫില്ല്, അങ്ങനെ പല ഡീറ്റെയിൽസ് നമുക്ക് മെയിലിലൂടെ വരുന്നുണ്ട്. പ്രൈമറി ഇമെയിൽ വന്ന് കിടക്കുന്നതാണ്, നമുക്കൊരു പക്ഷേ കൺഫ്യൂഷൻ ആവും. അതിനുവേണ്ടി നമുക്കൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിൽട്ടർ ആൻഡ് ബ്ലോക്ക്ഡ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ഫിൽട്ടർ. ഞാനിവിടെ ഒരാളുടെ ഇമെയിൽ അഡ്രസ്സ്, അതായത് ഒരാളുടെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഫിൽട്ടർ ചെയ്യാൻ പോകണമാണ്. മധു ഭാസ്കരൻ സാറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ എൻ്റർ ചെയ്ത് എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ്. താഴെ ക്രിയേറ്റ് ഫിൽട്ടർ വിത്ത് ദിസ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. മധു ഭാസ്കരൻ സാറിൻ്റെ 18 ഇമെയിലുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഇതൊരു ലേബലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ താഴെ അപ്ലൈ ദ ലേബൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അവിടെ വന്നിട്ട് നമുക്കൊരു പുതിയൊരു ലേബൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ മധു സാർ എന്ന ലേബൽ ക്രിയേറ്റ് ചെയ്തു. ആൾസോ അപ്ലൈ ഫിൽട്ടർ ടു
18 മാച്ച് കൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അദ്ദേഹത്തിൻ്റെ ഒരു ലേബലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇമെയിൽ എല്ലാം അതിലേക്ക് പോകുന്നതാണ്. അത് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ മധു സാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഇമെയിലുകളെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കളറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് മെയിലുകൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഏതാണ് നോക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ആവും. അതിന് വേണ്ടിയിട്ട് ലേബലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷനാണ് ഇമെയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ. ഇമെയിൽ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 മണിക്കാണ് ഒരു ഇമെയിൽ കമ്പോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമെയിൽ 12 മണിക്ക് അയച്ചാൽ മതി. അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ജിമെയിൽ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂമറാങ് എന്ന് പറയുന്ന ഒരു ക്രോം എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇതാണ് എൻ്റെ കമ്പോസ് ഏരിയ. ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് ബൂമറാങ് എന്ന് പറഞ്ഞ ക്രോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് താഴെ സെൻഡ് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇമെയിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. സെൻഡ് ലെറ്റർ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം, ഏത് ഡേറ്റിലാണ് പോകേണ്ടത്, ഏത് സമയത്താണ് പോകേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബൂമറാങ് ഫോർ ജിമെയിൽ എന്ന ക്രോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. എങ്കിൽ മാത്രമായിരിക്കും ഈ ഓപ്ഷൻ വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിമെയിലുകളെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ 1 ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ ഒക്കെ നമ്മുടെ ജിമെയിൽ അയക്കാൻ നമുക്ക് സാധിക്കും. ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇമെയിലിനെ അൺഡു ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഓപ്ഷൻ ജിമെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ മാക്സിമം 20 സെക്കൻഡ്സ് കഴിഞ്ഞാൽ മാത്രമാണ് അത് അൺഡു ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. സെറ്റിങ്സിൽ താഴെ പ്രിവ്യൂ പാൻ മേ കൺവേർഷൻ ആസ് എ റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് മാക്സിമം 20 സെക്കൻഡ്സ് വരെ നമുക്ക് ഡിലേ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ 20 സെക്കൻഡ്സ് വരെ കഴിഞ്ഞിട്ടായിരിക്കും അത് പോവുക. ആ 20 സെക്കൻഡ്സിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീ അൺഡു ചെയ്ത് പിന്നീട് എഡിറ്റ് ചെയ്തിട്ട് ആ മെയിൽ അയക്കാൻ സാധിക്കും. അപ്പോൾ ജിമെയിൽ അയക്കുന്ന സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ആ ബെല്ലിൻ്റെ ഐക്കൺ കൂടി നിങ്ങൾ ഇനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ വാട്സപ്പിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ 9746029915 ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അതിലേക്ക് ടെക്സ്റ്റ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടി ഞാൻ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. ടെക്നോളജി സംബന്ധമായ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ.